പ്രിയ കുട്ടികളെ ഏവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ സ്വന്തം കലാരൂപമാണ് കഥകളി. ശാസ്ത്രീയമായി പരിശീലനം ആവശ്യമുള്ള 7 വർഷം മുതൽ 12 വർഷക്കാലം എത്രയോ വർഷങ്ങൾ മനോഹരമായി സാധകം ചെയ്ത് അവതരിപ്പിക്കുന്ന കഥകളി ലോകപ്രസിദ്ധമാണ്. കേരളത്തിൻ്റെ യശസ് വിശ്വം മുഴുവനും ഉയർത്തിക്കാട്ടുന്ന അന്തസ്സുറ്റ ആ കലാരൂപത്തെക്കുറിച്ചും അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ് കഥകളി പദങ്ങൾ. നമുക്കറിയാം ആട്ടക്കഥ. കഥകളി എന്ന കലാരൂപം വേദിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടുകളാണല്ലോ കഥകളി പദങ്ങൾ. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കഥകളി പദങ്ങളെ കുട്ടികളായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിശ്വ സാഹിത്യത്തിലെ ഷേക്സ്പിയറിൻ്റെയും ഹോമറിൻ്റെയും ഒക്കെ കൃതികളോട് കിടപിടിക്കുന്ന മനോഹരമായ ഒരു ആട്ടക്കഥയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി മലയാളം എടുക്കുന്ന കുട്ടികൾക്ക് ഇത് സഹായകമാകട്ടെ. സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും ഇടകലർന്നു വരുന്നത് കൊണ്ട് ഈ ക്ലാസ്സിൽ പല നൂതന പദങ്ങളും നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. പക്ഷേ നമുക്കറിയാം, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം എന്നാണല്ലോ പറയുന്നത്. കുരിശില്ലാതെ നമുക്ക് കിരീടമില്ല. അല്പം ക്ഷമയോടെ ഇരുന്ന് ഈ കഥകളി പദങ്ങളിലേക്ക് മനസ്സ് ആഴ്ത്തി ആസ്വദിച്ച്, കഥകളി പദങ്ങൾ കവിത വായിക്കാനുള്ളതല്ല, മറിച്ച് ആസ്വദിക്കാനുള്ളതാണ്. സാധാരണ കഥ കേൾക്കുന്ന ആ രസം നമുക്ക് കഥകളി പദങ്ങളിൽ കിട്ടണമെങ്കിൽ മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട് കഥാപാത്രങ്ങൾക്കൊപ്പം കുട്ടികളായി നിങ്ങൾ കൂടി സഞ്ചരിക്കണം. തുടങ്ങാം. പ്രസിദ്ധ ആട്ടക്കഥ കൃത്തായ ശ്രീ ഉണ്ണായി വാര്യർ, ഇരിങ്ങാലക്കുടക്കാരനായ ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം ആട്ടക്കഥയിലെ ഏതാനും ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ആട്ടക്കഥാ സാഹിത്യത്തിലെ തനിമുത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ. നളൻ്റെയും ദമയന്തിയുടെയും കഥ അദ്ദേഹം ചിട്ടപ്പെടുത്തിയത് വളരെ മനോഹരമായിട്ടാണ് നാം ഇന്ന് ആസ്വദിക്കുന്നത്. സ്വാതി തിരുനാൾ, ഇരയിമ്മൻ തമ്പി എന്നിവർ ഒക്കെ ആട്ടക്കഥാ കൃത്തുകളാണെങ്കിലും ആട്ടക്കഥാ കൃത്തുക്കളുടെ ഇടയിൽ ഇന്നും കുലപതി എന്ന് അറിയപ്പെടുന്ന ഉണ്ണായി വാര്യരെ പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നളചരിതം ആട്ടക്കഥയിലേക്ക് ഒരു എത്തിനോട്ടവുമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാഠഭാഗം കേശിനി മൊഴി, കേശിനിയുടെ വാക്കുകൾ. ആരാണ് കേശിനി എന്ന് നമ്മൾ കാണാൻ പോകുന്നു. നിങ്ങൾക്ക് സഹായകമായി കുറച്ച് പുതിയ പദങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ പദങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് പ്രാഥമിക വായനയിൽ തോന്നാമെങ്കിലും നിങ്ങളുടെ ആഴത്തിലുള്ള പഠനത്തിന് പിന്നീടുള്ള ജീവിതത്തിലേക്ക് ചില പദങ്ങൾ നിങ്ങൾ ഹൃദിസ്ഥം ആക്കിയേ തീരും. പാഠ സന്ദർഭത്തിലേക്ക് മനസ്സുകൊണ്ടുവരാം. ഋതുപർണ രാജാവിൻ്റെ തേരാളിയായി ബാഹുകൻ എന്ന പേരിൽ കഴിയുന്നത് നളൻ ആണ് എന്ന വാർത്ത ഒരു ബ്രാഹ്മണനിലൂടെ ദമയന്തി കേൾക്കാൻ ഇടയായി. ഋതുപർണ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ബാഹുകൻ എന്ന തേരാളിയുടെ വേഷത്തിൽ കഴിയുന്നത് തൻ്റെ ഭർത്താവായ നളൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സൂത്രശാലിയായ തോഴി കേശിനി എന്ന തോഴിയെ അവൾ പറഞ്ഞയക്കുന്നു. നളനും ഋതുപർണ രാജാവും കൂടി ഇപ്പോൾ ദമയന്തിയുടെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ്. ദമയന്തി അസത്യമായിട്ട് ഒരു രണ്ടാം സ്വയംവരം തീരുമാനിക്കുന്നു. തൻ്റെ ഭർത്താവ് നളൻ ഇത് കേട്ടാൽ അസ്വസ്ഥനമാകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഋതുപർണ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തേരോടിച്ച് വളരെ ദ്രുതഗതിയിൽ ഇവിടെ എത്തുന്നത് നളൻ തന്നെ ആയിരിക്കാം എന്ന സംശയം ദമയന്തിക്കുണ്ടായിരുന്നു കേശിനി അയക്കുന്നതിന് മുൻപ്. കേശിനി വളരെ ബുദ്ധിമതിയാണ്. അവൾ ചെന്ന് ബാഹുകനോട് സംസാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നറിയാൻ ശ്രമിക്കുന്നു. നളനാവട്ടെ ബാഹുകനായി തന്നെ കേശിനിയുടെ മുന്നിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. വളരെ വിദഗ്ധമായി കേശിനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തമാശയായി മറുപടി പറഞ്ഞ് ഒഴിയുന്നു. പക്ഷേ കേശിനിക്ക് നിശ്ചയമുണ്ട്, ഇദ്ദേഹം ദമയന്തിയുടെ ഭർത്താവ് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നമ്മളിനി കാണും. അതുകൂടാതെ അവൾ സംസാരിച്ചത് പോരാതെ അവൾ ഒളിഞ്ഞു നിന്ന് ബാഹുകൻ്റെ ചില ചേഷ്ടകൾ അറിയാൻ ശ്രമിക്കുന്നു. നേരിട്ട് ബാഹുവിനോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും
ഒളിഞ്ഞു നിന്ന് കേശിനി കേട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് അവൾ തൻ്റെ ഉറ്റ കൂട്ടുകാരിയും ആയ ദമയന്തിയുടെ അടുത്ത് മാറ്റി വിളിച്ച് താൻ കണ്ട വ്യക്തി ബാഹുകനല്ല, സാക്ഷാൽ ദമയന്തിയുടെ പ്രിയതമനായ നളൻ തന്നെയാണെന്ന് അവതരിപ്പിക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വെളിച്ചമേ ചെന്നു തിരഞ്ഞോരോന്നേ കളിച്ചവൻ ചൊന്നത് കേട്ടുപോന്നു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ശ്ലോകം എന്നും പദം എന്നും നിങ്ങൾ കാണുന്നുണ്ട്. പദം എന്നാൽ കഥാപാത്രങ്ങൾ നാടകങ്ങളിൽ സംഭാഷണം നടത്തുകയാണ്, നേരിട്ട് പറയുന്നു. ഇവിടെ കഥകളി എന്ന ആ മഹനീയ കലയിൽ കഥാപാത്രങ്ങൾ മുദ്രകളിലൂടെ അഭിനയിച്ച് കാട്ടുകയാണ്. അവരുടെ സംഭാഷണം ആ മുദ്രകളിലൂടെ അവതരിപ്പിക്കുന്നതിനാണ് പദം എന്ന് പറയുന്നത്. രണ്ട് പദങ്ങൾക്കിടയിൽ വരുന്ന ആ ഭാഗത്തെ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ശ്ലോകങ്ങൾ. സാധാരണ കുട്ടികളായി നിങ്ങൾക്കറിയാം, ശ്ലോകം എന്നാൽ 4 വരിയുള്ള പദ്യം, അതിലൊരാശയം ഉണ്ടാവണം. മുക്തകങ്ങൾ എന്നും പറയാറുണ്ട്. ഇവിടെ കഥകളിയിൽ ശ്ലോകം എന്നാൽ പദങ്ങൾക്കിടയിലുള്ള ആ ഭാഗം, അത് കഥയുടെ പുരോഗതിയിലേക്ക് നയിക്കുന്നതായിരിക്കും. അപ്പോൾ 6ാം രംഗം ഭൈമിയുടെ ഗൃഹം. ഭൈമി എന്നാൽ ദമയന്തി, ഭീമന്റെ പുത്രി, ദമയന്തി എന്ന് തന്നെ അർത്ഥം, അവളുടെ വീട്. വെളിച്ചമേ ചെന്നു തിരഞ്ഞു ഓരോന്നേ കളിച്ചവൻ ചൊന്നത് കേട്ടുപോന്നു. ഒളിച്ചു പിന്നൊട്ടു ധരിച്ചു ദൂതി വിളിച്ചു ഭൈമീം വിജനെ പറഞ്ഞാൾ. വെളിച്ചമേ ചെന്ന്, നേരിൽ ചെന്ന്. എത്ര മനോഹരമായിട്ടാണ് ഉണ്ണായി വാര്യർ വാക്കുകൾ നിരത്തിയിരിക്കുന്നത്. വെളിച്ചമേ ചെന്നു തിരഞ്ഞു ഓരോന്നേ. അവൾ വിദഗ്ധയായ തോഴി കേശിനി ബാഹുകന്റെ അടുക്കൽ എത്തിയിട്ട് അവനോട് വളരെ തന്ത്രത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തിരഞ്ഞു ഓരോന്നേ കളിച്ചവൻ ചൊന്നത് കേട്ടുപോന്നു. കളിതമാശയായിട്ട് നളൻ പറഞ്ഞ, ബാഹുകൻ എന്ന നളൻ പറഞ്ഞ വചനങ്ങൾ കേശിനി കേട്ടു. അവൾ പൂർണ്ണ തൃപ്തിയല്ല, കാരണം നളന് ബുദ്ധിമാനാണ്. അവൻ കേശിനിയോട് തൻ്റെ സ്വകാര്യത തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും അവൻ പറഞ്ഞ വാക്കുകൾ തമാശ രൂപത്തിൽ കേട്ടിട്ട് അവൾ എന്ത് ചെയ്തു? ഒളിച്ചു പിന്നൊട്ടു ധരിച്ചു ദൂതി. ദൂതിന് പോയവൾ കേശിനി. ദമയന്തിക്ക് വേണ്ടി ദൂത് പറയാൻ പോയവളാണവൾ. ദമയന്തിയുടെ മനസ്സിലിപ്പോൾ നളനോട് അല്പം വിരോധമുണ്ട്, പരിഭവമുണ്ട്. അത് മാറ്റിയെടുക്കണം. ഒരു തോഴി എന്ന നിലയിൽ കേശിനിയുടെ പ്രവൃത്തി അത് വേണം. തന്നിൽ നിന്ന് ദമയന്തി അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് കേശിനിക്കറിയാം. അവൾ വളരെ തന്ത്രപൂർവ്വം ചെന്ന് നളനോട് സംസാരിച്ച് നോക്കി. ബാഹുവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. നളൻ എന്തൊക്കെയോ അവളുടെ ചോദ്യങ്ങൾക്ക് കളിതമാശ മട്ടിൽ മറുപടി പറഞ്ഞു. തൃപ്തിയാകാത്ത അവൾ എന്ത് ചെയ്തു? സ്ത്രീ സഹജമായ വാസന ഉപയോഗിച്ച്, എല്ലാ സ്ത്രീകളും അല്ല, അവൾ ഒളിഞ്ഞിരുന്ന് അവൻ്റെ ചേഷ്ടകൾ പരീക്ഷിക്കുകയാണ്. ഒളിച്ചു പിന്നൊട്ടു ധരിച്ചു ദൂതി. ധരിച്ചു മനസ്സിലാക്കി. ദൂതിന് പോയവൾ കേശിനി. അവൾ നളന്റെ ചേഷ്ടകൾ ഒളിഞ്ഞിരുന്ന് അറിയാൻ ശ്രമിച്ചു. താൻ നേരിട്ട് ചോദിച്ച് അറിഞ്ഞ കാര്യങ്ങളും ഒളിച്ചിരുന്ന് കണ്ട് മനസ്സിലാക്കിയ വിവരങ്ങളും പെട്ടെന്ന് തന്നെ ദമയന്തിയെ അവൾ അറിയിക്കുന്നു. വിജനയെ പറഞ്ഞാൽ. വിളിച്ചു ഭൈമിയെ വിളിച്ചു. ഭൈമി ഭീമന്റെ പുത്രി ദമയന്തിയെ അവൾ സ്വകാര്യമായി മാറ്റി നിർത്തി പറഞ്ഞു. തീർച്ചയായിട്ടും മക്കളെ, നമ്മളുടെ മനസ്സിലൊരു സംശയം വരും. എന്തിനാണ് തോഴി കേശിനി ദമയന്തിയെ സ്വകാര്യമായി വിളിച്ചു പറഞ്ഞത്? നിങ്ങൾക്കറിയാം, സ്വകാര്യമായി പറയുന്ന കാര്യങ്ങൾ അത് രഹസ്യമാണ്, പരസ്യമാക്കാൻ പാടില്ലാത്തതാണ്. ബാഹുകനായ ഈ വ്യക്തി നളൻ തന്നെയാണോ എന്ന് ബോധ്യം വരണമെങ്കിൽ അതിന് അല്പം സാവകാശം വേണം. അതുകൊണ്ടാണ് ബുദ്ധിമതിയായ തോഴി തൻ്റെ കൂട്ടുകാരിയെ ദമയന്തി വിളിച്ചിട്ട് മാറ്റി നിർത്തി പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്. ആ സംശയമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി നമ്മൾക്ക് കേൾക്കാം എന്തൊക്കെയാണ് അവൾക്ക് പറയാനുള്ളത്. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞു, കഥകളി സാഹിത്യത്തിൽ പദം എന്നാൽ കഥാപാത്രങ്ങൾ നടത്തുന്ന സംഭാഷണം. അഭിനയത്തിലൂടെ അവർ അവതരിപ്പിക്കുകയാണ് കാര്യങ്ങൾ. കേൾക്കാം. പദം 1. പൂമാതിനൊത്ത ചാരുതനോ വൈദർഭി കേൾനീ പുരുഷരത്നമീ ബാഹുകനോ. പൂമാതിനൊത്ത ചാരുതനോ വൈദർഭി കേൾനീ. പൂമാത് ലക്ഷ്മി ദേവി.
പൂമാതിനൊത്ത ചാരുതനോ മനോഹരമായ ശരീരത്തോടു കൂടിയവളെ, ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരി എന്നർത്ഥം. ലക്ഷ്മി ദേവിയുടെ രൂപഭംഗിയുള്ളവളെ, സുന്ദരിയായവളെ. നമ്മൾ എന്തിനാണ് ഒരാളെ പുകഴ്ത്തുന്നത്? നന്മ പറയുമ്പോൾ, പുകഴ്ത്തൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നന്മ നിറയും, പെട്ടെന്ന് മുഖം പ്രസാദിക്കും. ഏത് സങ്കടമുള്ള കുട്ടിക്കും അധ്യാപകരിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ സങ്കടങ്ങൾ അപ്രത്യക്ഷമാകും. ഇതുപോലെ ദമയന്തി ദുഃഖിതയാണെന്നും നളനെ കാണാതായതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നും കേശിനിക്കറിയാം. അവൾ തൻ്റെ കൂട്ടുകാരിയുടെ സങ്കടങ്ങൾ മാറ്റാനായി എന്താണ് സംബോധന ചെയ്യുന്നത്? പൂമാതിനൊത്ത ചാരുതനോ, സുന്ദരിയായവളെ, ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരി, വൈദർഭി, വിദർഭ രാജാവിൻ്റെ പുത്രി, കേൾക്കുക, നീ ഇത് കേൾക്കുക. ഈ ബാഹുകൻ പുരുഷരത്നമാണ്. പുരുഷരത്നമീ ബാഹുകനോ. പരീക്ഷയെ സംബന്ധിച്ച് ഈ വരികൾ പ്രധാനപ്പെട്ടതാണ്. കാരണം പുരുഷരത്നമീ ബാഹുകനോ, നമുക്ക് ഇതിൽ നിന്ന് 2-3 വരികൾ അർത്ഥം ഈ വരിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ബാഹുകൻ പുരുഷരത്നമാണ് എന്നൊരർത്ഥം. ഈ ബാഹുകൻ പുരുഷരത്നം തന്നെയാണോ എന്നൊരു മറ്റൊരു ചോദ്യം. പുരുഷരത്നമായ ഈ ബാഹുകൻ നളൻ തന്നെയാണോ? 3 രീതിയിൽ നമുക്കത് ചിന്തിക്കാം. ഈ ബാഹുകൻ പുരുഷരത്നമാണ്, കവിതയിൽ അത് യോജിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ ബാഹുകൻ നളൻ എന്ന പുരുഷരത്നമാണോ എന്ന് കൂടിയെടുക്കാം. ഭീമാൻ, പുരുഷരത്നം എന്ന് ദമയന്തിയുടെ ഭർത്താവിനെ അഭിസംബോധന ചെയ്ത കേശിനി വീണ്ടും ദമയന്തിയെ ഉല്ലാസവതിയാക്കാൻ പറയുന്ന വാക്കുകൾ കേൾക്കുക. പുരുഷരത്നം എന്ന് വിശേഷിപ്പിച്ചിട്ട് അടുത്ത് വീണ്ടും പറയുന്നു ധീമാൻ. ധീമാൻ ബുദ്ധിമാൻ. ബുദ്ധി. ബുദ്ധിമാനായ അവൻ എന്നോട് പേരും മറ്റു വിശേഷങ്ങളും കൃത്യമായി പറഞ്ഞു. ഒന്നുകൂടി നോക്കാം. പൂമാതിനൊത്ത ചാരുതനോ വൈദർഭി കേൾനി, അല്ലയോ സുന്ദരി, വിദർഭ രാജാവിൻ്റെ പുത്രിയായ ദമയന്തി, നീ കേൾക്കുക. ഈ ബാഹുകൻ ഒരു പുരുഷരത്നമാണ്, പുരുഷന്മാരുടെ മണിയാണ്, പുരുഷകുലത്തിന് തന്നെ ശ്രേഷ്ഠനാണവൻ. അവൻ ബുദ്ധിമാനാണ്. ബുദ്ധിമാനായ അദ്ദേഹം എന്നോട് വളരെ സൂക്ഷിച്ചാണ് സംസാരിച്ചത്. എന്നാൽ കുറച്ച് വാർത്തകളും അദ്ദേഹം പറഞ്ഞു. നാമവും വാർത്തയും ചൊന്നാൻ. നളനില്ലൊരപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരിക്കരുതു കോപം പോൽ. നളനില്ലൊരപരാധം പോൽ. ഈ ബാഹുവൻ എന്ന പേരിൽ ഋതുവർണ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിയുന്ന തേരാളി എന്നോട് പറയുകയാണ്, നളന് ഒരു അപരാധവുമില്ല, തെറ്റുകാരനല്ല. വാസ്തവത്തിൽ നളൻ ബുദ്ധിമാനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിന് പ്രസക്തമായ ഒരു വാക്കാണ് നമ്മൾ കാണുന്നത്. നളനില്ലൊരപരാധം പോൽ. ഈ വാക്കുകൾ കേട്ടാൽ ദമയന്തി ചൊടിക്കുമെന്ന് നളന് ഉറപ്പുണ്ട്. നളൻ തെറ്റുകാരനല്ല. അപ്പോൾ നാം ചിന്തിക്കും, പിന്നെ ദമയന്തിയാണോ തെറ്റ് ചെയ്തത്? നളനില്ലൊരപരാധം പോൽ ഉണ്ടെന്നാകിലും കുലനാരിക്കരുത് കോപം പോൽ. മനഃപൂർവ്വം ദമയന്തിയെ പ്രക്ഷോഭിതയാക്കാൻ, ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന ബുദ്ധിമാനായ നളൻ പറയുന്ന വാക്കുകൾ. ഞാൻ കുറ്റക്കാരനല്ല, നളൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഥവാ അല്പം തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ പോലും കുലനാരിയായ ദമയന്തിക്കത് പുറത്തുകൂടെ. കുലനാരി, കുലം, വംശം. കുലനാരി ആയിരിക്കണമെന്ന് നമ്മുടെ ഭാരതം സ്ത്രീകളെ ശഠിച്ചിരുന്നു. ഇന്ന് കാലം മാറി, പുരുഷനൊപ്പം സ്ത്രീയും എല്ലാ മേഖലയിലും വന്നു. ജോലിയിലാണെങ്കിലും അവസരങ്ങളിലാണെങ്കിലും തുല്യത നാം ആഗ്രഹിക്കുന്നുണ്ട്. കുലനാരിയുടെ പ്രവൃത്തിക്ക് കോപം പാടില്ല. കുട്ടികളായ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ആശയം വരുന്നു. പരീക്ഷയെ സംബന്ധിച്ചും നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കുലനാരിക്കരുത് കോപം പോൽ. ഇന്നത്തെ പെൺകുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നവരാണോ? നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായി എഴുതാം. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കുണ്ടായിരുന്ന സ്ഥാനം വളരെ മോശമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ന് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് നാം ബോധ്യമാക്കിയിട്ട് നമുക്കറിയാം. ഏത് മേഖലയിലും പുരുഷൻ്റെ ഒപ്പം സ്ത്രീക്ക് സ്ഥാനമുണ്ട്. അവൾ ഒട്ടും താഴെയല്ല. ഈ ഒരു ചിന്താഗതിയോട് നോക്കുമ്പോൾ ഈ പ്രസ്താവനയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം കുലനാരിയുടെ ധർമ്മമാണെന്നും പറഞ്ഞ് ഒരു വീടിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ചെയ്യേണ്ടിയിരുന്ന ആ പാവപ്പെട്ട സ്ത്രീകളുടെ സങ്കടങ്ങൾ നാം പല കഥകളിലും കവിതകളിലും വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി.
ഈ പ്രസ്താവനയോട് ഇന്നത്തെ പെൺകുട്ടികളുടെ തലമുറയ്ക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടും സ്ത്രീയും പുരുഷനും സമത്വം ആഗ്രഹിക്കുന്നവർ തന്നെ ആവണം. കുലനാരിക്കരുത് കോപം പോൽ. ഖലനല്ല വാക്കു കേട്ടാൽ. ഖലൻ ക്രൂരൻ അഥവാ ദുഷ്ടൻ. കേശിനി പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ അദ്ദേഹത്തോട് നേരിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ദുഷ്ടനല്ല, കള്ളമുള്ളവനല്ല എന്നെനിക്ക് തോന്നുന്നു. ഖലനല്ല വാക്കു കേട്ടാൽ. സംസാരത്തിൽ കളങ്കമില്ല. ശരിയായ മറുപടി നൽകി. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സത്യസന്ധമായി നളൻ എന്നോട് മറുപടി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കണ്ട ബാഹുകൻ എന്ന വ്യക്തി നളനാണെന്നും അദ്ദേഹം ദുഷ്ടനല്ലെന്നും നമുക്ക് ഉറപ്പിക്കാം. മാത്രമല്ല, അദ്ദേഹത്തിൽ കളങ്കം അല്പം പോലും ഞാൻ കണ്ടില്ല. ഛലമുണ്ടെന്നതും ഛലം കളവ്. അല്പം പോലും കളങ്കം ഉള്ള ഒരു വ്യക്തിയാണോ എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഖലനല്ല വാക്കു കേട്ടാൽ ഛലമുണ്ടെന്നതും പലതും പറഞ്ഞു പിന്നെ ഫലിതമത്രേ പാർത്തോളം. പ്രധാനപ്പെട്ട ഒരു വരി, ഫലിതമത്രേ പാർത്തോളം. എന്താണ് ഇതിൻ്റെ ആശയം? നളൻ കേശിനിയോട് പല കാര്യങ്ങളും പങ്കുവച്ചു. തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കുമ്പോൾ തമാശ രൂപത്തിൽ തന്നെ തോന്നുന്നു. നളൻ എന്ന ബാഹുകനോട് എന്തൊക്കെയോ കേശിനി ചോദ്യങ്ങൾ ചോദിച്ചു. ബാഹുകൻ നളനാണോ എന്നറിയാൻ. അദ്ദേഹം അതിന് തൃപ്തികരമായ മറുപടി പറഞ്ഞു. അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തമാശ തോന്നുന്നു. തീർച്ചയായിട്ടും അവർ തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിട്ടില്ല. തമാശ നിറഞ്ഞ കാര്യങ്ങളെ സംസാരിച്ചു നമുക്ക് അറിയാൻ സാധിക്കും. ഖലനല്ല വാക്കു കേട്ടാൽ ഛലമുണ്ടെന്നതും പലതും പറഞ്ഞു പിന്നെ ഫലിതമത്രേ പാർത്തോളം. ആദ്യം മുതൽ ഒന്നുകൂടി മനസ്സ് കൊണ്ടുവരിക. പൂമാതിനൊത്ത ചാരുതനോ വൈദർഭി കേൾനി. ബാഹുകനോട് സംസാരിച്ചതിന് ശേഷം കേശിനി ദമയന്തി വിളിച്ച് രഹസ്യമായി മാറ്റി നിർത്തി പറഞ്ഞ വചനങ്ങളിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലയോ സുന്ദരി വൈദർഭി, നീ കേൾക്കുക. ഈ ബാഹുകൻ പുരുഷരത്നം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ബുദ്ധിമാനാണ് അവൻ എന്നോട് അദ്ദേഹത്തിൻ്റെ പേരും മറ്റ് വിശേഷങ്ങളും പറഞ്ഞു. തീർച്ചയായിട്ടും നിന്റെ രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. നളൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അഥവാ ചെറിയ തെറ്റുകൾ നളനിലുണ്ടായാലും നീ അത് പൊറുക്കണം. കാരണം കുലനാരിക്ക് കോപം പാടില്ല. വാക്കു കേട്ടാൽ ഒരു ദുഷ്ടനാണെന്ന് തോന്നുന്നില്ല. സത്യസന്ധമായ വാക്കുകൾ ഒരു ദുഷ്ടന് പറയാൻ സാധിക്കില്ലല്ലോ. പറയുന്ന വാക്കുകളിലും കളങ്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഛലമുണ്ടെന്നതും തോന്നുകയില്ല. പല കാര്യങ്ങളും പറഞ്ഞു കേശിനിയോട്. അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തമാശയായി തോന്നുന്നു. അന്നാദി പാകസംഭാരം സ്വാമി നിയോഗാൽ വന്നതു കണ്ടേനന്നേരം. അന്നാദി പാകസംഭാരം. ഇനി നമ്മൾ കാണുന്നത് താൻ കണ്ട വ്യക്തി ബാഹുകനല്ല നളൻ തന്നെയാണ് എന്നെങ്ങനെയാണ് കേശിനിക്ക് ബോധ്യമായത്? കുട്ടികളെ, നളന് ലഭിച്ച 2-3 സിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അശ്വഹൃദയ ജ്ഞാനം ഉള്ളവനായിരുന്നു നളൻ. വളരെ ദ്രുതഗതിയിൽ കുതിരയെ ഓടിക്കാനുള്ള കഴിവ് ഒരു നല്ല തേരാളിയുടെ ലക്ഷണം. വളരെ പെട്ടെന്ന് കുതിരയെ പായിച്ചു കൊണ്ടുവരിക. കാരണം ദമയന്തിയുടെ 2ാം സ്വയംവരം എന്ന കേട്ട മാത്രയിൽ തന്നെ ഋതുപർണ രാജാവിനെയും കൊണ്ട് ഇത്ര ദൂരം പെട്ടെന്ന് യാത്ര ചെയ്ത് എത്തണമെങ്കിൽ അത് നളൻ തന്നെയാണ് എന്ന് കേശിനിക്കും ഉറപ്പുണ്ട്. മറ്റൊരു പ്രത്യേകത സിദ്ധി, നളൻ എന്ന പേര് തന്നെ നോക്കുക. നല്ല പാചകക്കാരനാണ്. നളപാകം. ആദ്യത്തെ സിദ്ധിക്ക് പറയുന്നത് അശ്വഹൃദയജ്ഞാനം. മറ്റൊരു സിദ്ധി നളപാകം. നല്ല പാചക വിദഗ്ധനാണ്. നാം ഇനി കാണാൻ പോകുന്നു. മറ്റൊരു പ്രത്യേകത, ജലരാജാവായ വരുണൻ്റെയും അഗ്നിദേവൻ്റെയും പ്രത്യേക അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 3 കഴിവുകളും നമ്മുടെ നളന് മാത്രം ഉള്ളതാണെന്ന് ദമയന്തിക്കറിയാം. അന്നാദി പാക സംഭാരം സ്വാമി നിയോഗാൽ വന്നതു കണ്ടേനന്നേരം. ഋതുപർണ രാജാവ് തേരാളിയോട് തനിക്ക് പെട്ടെന്ന് ആഹാരം തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട മാത്രയിൽ നളൻ തനിക്കുള്ള പ്രത്യേക സിദ്ധി ഉപയോഗിച്ച് ആഹാരത്തിന് വേണ്ട സാമഗ്രികൾ അപ്പം തന്നെ അവിടെ സൃഷ്ടിക്കുന്നു. ഒരു മജീഷ്യൻ്റെ, മായാജാലക്കാരൻ്റെ കരവിരുതോടുകൂടി ആഹാരത്തിന് വേണ്ട സാമഗ്രികൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇത് നളന് മാത്രമേ സാധിക്കൂ എന്ന്
ദമയന്തിക്കും കേശിനിക്കും ഉറപ്പുണ്ട്. കേശിനിക്ക് അത് ബോധ്യമായി. അന്നാദിപാക സംഭാരം, ചോറും കറികളും വയ്ക്കുവാനുള്ള സാമഗ്രികൾ എന്നർത്ഥം. സ്വാമി നിയോഗാൽ, സ്വാമി ഋതുപർണ രാജാവിൻ്റെ കൽപ്പന പ്രകാരം, നിയോഗാൽ കൽപ്പന പ്രകാരം ഋതുപർണ രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് തൃപ്തികരമായ ഭക്ഷണം പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് പെട്ടെന്ന് തന്നെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. കാരണം ഒരു സദ്യയ്ക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ പെട്ടെന്ന് നളന്റെ മുൻപിലെത്തി. ഇത് നളന് മാത്രമേ സാധിക്കൂ. അന്നാദിപാക സംഭാരം സ്വാമി നിയോഗാൽ വന്നത് കണ്ടേനന്നേരം. കുംഭേ നിറഞ്ഞു, കുംഭം കുടം, നീരം ജലം, വെള്ളം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആഹാരം പാകം ചെയ്യാനുള്ള ജലം പെട്ടെന്ന് കുടത്തിൽ നിറഞ്ഞു കവിഞ്ഞു. കുംഭേ നിറഞ്ഞു നീരം, കുതുകം എത്രയും പാരം. കുതുകം കൗതുകം. ഇത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും പാരം നന്നായി വർദ്ധിച്ചെന്നൊക്കെ അർത്ഥം. കണ്ടു നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ അത്ഭുതം തോന്നുമാറ് ആ പാചകം ചെയ്യാനുള്ള വെള്ളവും. അതുപോലെ ദമ്പം കൂടാതെ ഘോരദഹനൻ കത്തിയുദാരം. ഘോരദഹനൻ അഗ്നിദേവൻ, ദമ്പം അഹങ്കാരം. അഹങ്കാരം ഒട്ടുമില്ലാതെ മാത്രം തന്നെ അഗ്നിദേവൻ അടുപ്പിൽ നിറഞ്ഞു. എത്ര നനഞ്ഞ വിറകും പെട്ടെന്ന് കത്തുമെന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റൂല. എന്നാൽ ഇവിടെ ഇതാ നളൻ ആയ ബാഹുവൻ അഥവാ ബാഹുവൻ എന്ന നളൻ ചിന്തിച്ച മാത്രയിൽ തന്നെ ആഹാരത്തിന് വേണ്ട സാമഗ്രികളും അടുപ്പിലേക്ക് ആവശ്യമായി തീയും വെള്ളവും എല്ലാം ലഭിച്ചു. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ആഹാരത്തിന് വേണ്ട ജലവും തീയും ആരാണ് നൽകി നളനെ സഹായിച്ചത്? സംശയം വേണ്ട, ജലരാജാവായ വരുണനിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വരമാണ്. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞു, നളന് ലഭിച്ച 3 സിദ്ധികൾ. ഒന്ന് അശ്വഹൃദയ ജ്ഞാനം. അശ്വം എന്നാൽ കുതിര എന്നർത്ഥം, വാജി എന്നർത്ഥം. അശ്വഹൃദയ ജ്ഞാനമുള്ളവനായിരുന്നു നളൻ. അതുപോലെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. രുചികരമായ വിഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കല തന്നെയാണ്. മറ്റൊന്ന് ജലരാജാവായ വരുണനിൽ നിന്നും അഗ്നിദേവനിൽ നിന്നും അദ്ദേഹത്തിന് പ്രത്യേക അനുഗ്രഹം ലഭിച്ചിരുന്നു. ഒന്നുകൂടി ആ ശ്ലോകം നോക്കുക, പദം നോക്കുക. അന്നാദിപാക സംഭാരം സ്വാമി നിയോഗാൽ വന്നതു കണ്ടേനന്നേരം. കുംഭേ നിറഞ്ഞു നീരം, കുതുകം എത്രയും പാരം, ദമ്പം കൂടാതെ ഘോരദഹനൻ കത്തിയുദാരം. കേശിനി കണ്ട ഒരത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കാം. പരീക്ഷയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചോദ്യം ഉൾക്കൊള്ളണം, ഉത്തരം എഴുതണം. നളൻ ആയ ബാഹുകൻ നളൻ തന്നെയാണ് എന്ന് കേശിനിക്ക് ബോധ്യമായതെങ്ങനെ? മുൻപ് നമ്മൾ പറഞ്ഞു, നളൻ എന്ന ബാഹുകൻ എന്ന നളനോട് കേശിനി നേരിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. നളൻ എന്തൊക്കെയോ മറുപടി പറയുന്നു. അതിൽ നിന്ന് അവൾക്കൊരു ഏകദേശ ധാരണ കിട്ടി. ബുദ്ധിമാനാണ് നളൻ. അവൾ ഒളിഞ്ഞിരുന്ന് നളന്റെ ചേഷ്ടകൾ കാണുന്നു. ആ ചേഷ്ടകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഋതുപർണ രാജാവിൻ്റെ ആവശ്യപ്രകാരം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഒരുങ്ങുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. ഒന്ന്, ഭക്ഷണ സാമഗ്രികൾ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. 2, കുംഭം നിറഞ്ഞ് ജലം ഒഴുകുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ ജലം താനേ വന്നെത്തി. തീയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇതിലും ഈ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ കേശിനിക്ക് ബോധ്യമായി ഇദ്ദേഹം ബാഹുവൻ എന്ന പേരിൽ കഴിയുന്നുവെന്നേ ഉള്ളൂ. ഇത് ദമയന്തിയുടെ നളൻ തന്നെയാണ്. ദമ്പം കൂടാതെ ഘോരദഹനൻ കത്തിയുദാരം. വേഗേന വച്ചങ്ങൊരുങ്ങി കൊണ്ടങ്ങു ചെന്നു സാകേതപതിയെ വണങ്ങി. വേഗേന വച്ചങ്ങ് ഒരുങ്ങി കൊണ്ടങ്ങു ചെന്നു. നളൻ ഭക്ഷണം പാകം ചെയ്ത് പെട്ടെന്ന് തന്നെ തൻ്റെ രാജാവിനത് സമർപ്പിച്ചു. ഋതുപർണ രാജാവിന് അത് നൽകിയിട്ട് എന്ത് ചെയ്തു? സാകേതപതി ഋതുപർണ രാജാവിനെ വണങ്ങി. ഒരു രാജാവിന് വേണ്ട പ്രധാന ഗുണങ്ങളിലൊന്നാണ് വിനയം. ഒരു തേരാളി അത്രമാത്രം വിനയം കാട്ടേണ്ട ആവശ്യമില്ലെന്ന് കേശിനിക്ക് ഉറപ്പുണ്ട്. ഭക്ഷണ സാമഗ്രികൾ മുൻപിൽ വച്ചിട്ട് ഋതുപർണ രാജാവിനെ വണങ്ങുക മാത്രമല്ല, തേരിൽ ഒരു ഭാഗത്തേക്ക് അദ്ദേഹം മാറി നിൽക്കുന്നു. പോന്നു തേരിൽ ഒതുങ്ങി പൂനിര കണ്ടു മങ്ങി. വേഗേന വച്ചങ്ങൊരുങ്ങി കൊണ്ടങ്ങു ചെന്നു സാകേതപതിയെ വണങ്ങി. പോന്നു തേരിൽ ഒതുങ്ങി
പൂനിര കണ്ടു മങ്ങി. ഭക്ഷണം പാകം ചെയ്ത് അതുമായി ഋതുപർണ രാജാവിനെ സമീപിച്ചു. അദ്ദേഹത്തിന് കാഴ്ച വെച്ചിട്ട് അദ്ദേഹത്തെ വണങ്ങി. രഥത്തിൻ്റെ അരികിലേക്ക് തേരാളി മാറി നിൽക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം നോക്കുന്നത്, തേരിൽ കിടക്കുന്ന പുഷ്പങ്ങൾ പാടി നിൽക്കുന്നു. നളൻ പുഷ്പങ്ങളെ തലോടിയാൽ അവയ്ക്ക് പുതുജീവൻ ലഭിക്കും. ഇതിന് നളന് മാത്രം സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് കേശരിക്കും ദമയന്തിക്കും അറിയാം. നോക്കുക. പോന്നു തേരിൽ ഒതുങ്ങി പൂനിര കണ്ടു മങ്ങി അവമർദ്ദനം തുടങ്ങി. അവമർദ്ദനം തുടങ്ങി എന്നതിന് പൂക്കളെ തലോടി എന്നർത്ഥം. മർദ്ദിക്കുക എന്നതിന് ഇവിടെ മെല്ലെ തലോടുക, തഴുകുക. വാടിക്കിടക്കുന്ന പുഷ്പങ്ങൾ കണ്ടപ്പോൾ നളന് ഉള്ളിൽ അവയോട് ദയ തോന്നി. ആ പുഷ്പങ്ങളെ സ്പർശിച്ചു. സ്പർശിച്ച മാത്രയിൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്നോ, വാടി നിൽക്കുന്ന പുഷ്പങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചു. അവ ചൈതന്യമുള്ളവയായി വിടർന്നു നിന്നു. സംശയം വേണ്ട, ഇത് നളന് മാത്രം സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അവകൾ അപ്പോൾ വിളങ്ങി. അവകൾ പൂക്കൾ അവിടെ വിളങ്ങി. ആ അവസാന 4 വരിയിലേക്ക് നിങ്ങളുടെ മനസ്സ് ഒന്ന് ഓടിക്കൊണ്ടുവരിക. വേഗേന വച്ചങ്ങൊരുങ്ങി കൊണ്ടങ്ങു ചെന്നു സാകേതപതിയെ വണങ്ങി പോന്നു തേരിലൊതുങ്ങി പൂനിര കണ്ടു മങ്ങി അവമർദ്ദനം തുടങ്ങി. അവമർദ്ദനം തുടങ്ങി എന്നതിന് 2 ആശയതലത്തിലേക്ക് എത്താം. ദമയന്തിയെ വേർപെട്ട് കഴിയുന്ന നളൻ ദുഃഖിതനാണ്. ഒപ്പം തന്നെ നളൻ്റെ ഉള്ളിൽ സംഘർഷമുണ്ട്. നളൻ സംഘർഷഭരിതനാണ് എന്ന് വായനക്കാരനെ മനസ്സിലാക്കുന്ന ഒരു വരിയാണ്. അവമർദ്ദനം തുടങ്ങി. വാടിയിരിക്കുന്ന പൂക്കളെ പിടിച്ച് ഞരടേണ്ട ആവശ്യം നളനില്ല. ആ പ്രവൃത്തി ചെയ്തത് ബാഹുവൻ അറിയാതെയാണ്. അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷമാണ് ആ പൂക്കളിൽ അല്പം അമർത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് കവിക്ക് ബോധ്യമുണ്ട്. അത് വായനക്കാരനുമായി പങ്കുവയ്ക്കാൻ നളൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥ വായനക്കാരനിൽ എത്തിക്കാൻ ഉചിതമായ വാക്കുകൾ തന്നെയാണ് ഉണ്ണായി വാര്യർ എന്ന കവി പ്രയോഗിക്കുന്നത്. ഉണ്ണായി വാര്യരുടെ കവിതയുടെ സവിശേഷതകൾ വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു സന്ദർഭമാണിത്. ഋതുപർണ രാജാവിന് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തിട്ട് ഒരു തേരാളിക്ക് വേണ്ട കടമ ചെയ്തുവെന്നേയുള്ളൂ. തേരിൽ ഒതുങ്ങി നിന്നു. അവിടെ ഒതുങ്ങി നിന്നാൽ മതി. ആ സമയത്താണ് അദ്ദേഹം കാണുന്നത് പുഷ്പങ്ങൾ വാടി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂക്കളെ പിടിച്ചൊന്ന് ചെറുതായി മർദ്ദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തലോടിയെന്നോ മർദ്ദിച്ചുവെന്നോ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയാണ് അത് കാണിക്കുന്നത്. പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. പൂക്കൾ പൂർവ്വശോഭയോടെ എത്തി. ഇതിൽ നിന്ന് കേശരിക്ക് ബോധ്യമാവുന്നുണ്ട്, തീർച്ചയായിട്ടും ഇത് ബാഹുകൻ അല്ല, ബാഹുകൻ എന്ന കള്ളപ്പേരിൽ അവിടെ കഴിയുന്ന നളൻ തന്നെയാണ്. നളചരിതം 4-ാം ദിവസത്തിൽ നിന്നെടുത്ത ഈ കവിത കുട്ടികളായ നിങ്ങൾക്ക് തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും തീർച്ചയായിട്ടും മനസ്സിൽ ആഴത്തിൽ പതിയാൻ ഇടയാവട്ടെ. ഒരിക്കൽ കൂടി നമ്മൾ 1-2 ചോദ്യങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുവരികയാണ്. പരീക്ഷയെ സംബന്ധിച്ച് പാഠത്തിൻ്റെ ആശയം നമുക്ക് കേശിനി മൊഴി എന്ന ഈ കവിതയുടെ ഒരു ആശയം ഉൾക്കൊണ്ടിട്ട് ആസ്വാദനം ചോദിച്ചേക്കാം. കവിത വായിക്കുവാനോ പഠിക്കാനോ മാത്രമുള്ളതല്ല, കുട്ടികളായി നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഉൾക്കൊള്ളണം. ആ കഥാപാത്രങ്ങൾ നമ്മളുടേതായി മാറണം. ദമയന്തി അനുഭവിക്കുന്ന സങ്കടങ്ങൾ കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴേ ദമയന്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയുള്ളൂ. ആദ്യമായിട്ട് നാം നോക്കുന്നത് നൈഷതൻ ഇവൻ താൻ ഒരു ഈശലില്ലാമേ നിർണയം. ഈശൽ സംശയം. ചോദ്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ഉത്തരത്തിലേക്ക് ചിന്തിക്കുന്ന ആ പ്രവർത്തനങ്ങൾ നടത്തുക. ഇദ്ദേഹം ബാഹുകനല്ല, ഇദ്ദേഹം നളൻ തന്നെയാണ് എന്ന് നിഷധ രാജ്യത്തിലെ രാജാവായ നളൻ തന്നെയാണ് ബാഹുകൻ എന്ന് ദമയന്തി എത്തിച്ചേരാനുണ്ടായ കാരണങ്ങൾ. നിർണയം, നിശ്ചയം. തീർച്ചയായിട്ടും ഇത് ബാഹുകനല്ല, താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ പ്രിയ ഭർത്താവായ നളൻ തന്നെയാണ് എന്ന് ദമയന്തി. ചോദ്യം വായിക്കുമ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് തെറ്റരുത്, കേശിനിയല്ല മറിച്ച് ദമയന്തി സംശയിക്കുന്നു. ഉത്തരം എഴുതുമ്പോൾ ഇനിയും സംശയം തോന്നരുത്.
നൈഷത നിവന്താൻ ഒരു ഈശൽ ഇല്ലാമേ നിർണയം. ഈശൽ സംശയം, സംശയം വേണ്ട, ഇദ്ദേഹം നിഷധ രാജാവായ നളൻ തന്നെയാണ്. ഇങ്ങനെ ദമയന്തി ഉറപ്പിച്ചു പറയാൻ ഇടയായ കാരണങ്ങൾ. ഉത്തരം ശ്രദ്ധിക്കുക. കേശിനിയെ തന്ത്രപൂർവം ദമയന്തി പറഞ്ഞു വിടുന്നു. കേശിനി അദ്ദേഹത്തോട് വളരെ സന്തോഷത്തോടെ ഇടപെട്ട് ആരാണെന്ന് മനസ്സിലാക്കുന്നു. നളൻ പറഞ്ഞ കാര്യങ്ങളും അവൾ ഒളിഞ്ഞു നിന്ന് കേട്ട കാര്യങ്ങളും സ്നേഹത്തോടു കൂടി തന്നെ ദമയന്തിയോട് കേശിനി പങ്കുവെക്കുന്നു. കേശിനി പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ട്, വാസ്തവമുണ്ടെന്ന് ദമയന്തിക്ക് ബോധ്യമായി. കാരണം നളന് മാത്രമുള്ള സിദ്ധികൾ ദമയന്തിക്ക് മാത്രമേ അറിയൂ. ദമയന്തി അതിൽ നിന്ന് തന്നെ ഉറപ്പാക്കുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവിടെ അഗ്നി വന്നതും ജലം നിറഞ്ഞതും മറ്റാർക്കും സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയ ഭർത്താവ് നളൻ തന്നെയാണെന്ന് അവൾ ഉറപ്പിക്കുന്നു. തന്നെയല്ല, നളൻ കുലനാരിക്ക് കോപം അരുത് എന്ന് പറയുന്നുണ്ട്. താൻ തെറ്റുകാരനല്ലെന്ന് ദമയന്തിയിൽ ഉറപ്പിക്കാനും അദ്ദേഹം വിപുല ശ്രമം നടത്തുന്നു. ഒരു സാധാരണ തേരാളിക്ക് അതിൻ്റെ ആവശ്യമില്ല. ദമയന്തിയുടെ സംശയങ്ങൾക്ക് അഥവാ കേശിനിയുടെ സംശയങ്ങൾക്ക് കൃത്യമായി മറുപടിയാണത്. ഒരിക്കലും താൻ ഒരു തെറ്റുകാരനല്ല എന്ന് നളന് മാത്രമാണ് സ്ഥാപിക്കേണ്ടത് ദമയന്തിയോട്. ഒരു സാധാരണ തേരാളിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നളൻ കൃത്യമായി പറയുന്നുണ്ട്, താനൊരു തെറ്റുകാരനല്ല, അഥവാ ചെറിയ തെറ്റുണ്ടെങ്കിലും കുലനാരികൾക്ക് കോപം പാടില്ല. ഇതിൽ നിന്നൊക്കെ ദമയന്തി ഉറപ്പാക്കുന്നു ഇദ്ദേഹം ബാഹുവൻ എന്ന വേഷം ധരിച്ച നളൻ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കേശിനി. ഈ ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയിൽ നളചരിതം 4-ാം ദിവസത്തെ ഈ ഏതാനും പദങ്ങളിൽ നിന്ന് കേശിനിയുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും കേശിനി എന്ന ആ സ്ത്രീ കുട്ടികളായി നിങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം നേടിയിട്ടുണ്ട്. ദമയന്തിക്ക് വേണ്ടി ദൂതു പറയാൻ പോകുന്ന ആ ഭാഗം മുതലാണ് നാം കേശിനിയെ പരിചയപ്പെടുത്തുന്നത്. തൻ്റെ ഭാഗം അവൾ പൂർണ്ണമായി വിജയിക്കുന്നുണ്ട്. വളരെ തന്ത്രപൂർവം നളനോട് സംസാരിക്കുന്നു. എന്തെങ്കിലും സൂചനകൾ കിട്ടാൻ അവൾ കാത്തിരിക്കുന്നു. ഒട്ടും പ്രകോപിതയാകാതെ വളരെ സുസ്മേരവദനയായാണ് അവൾ നളനോട് സംസാരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നളനിൽ നിന്ന് ലഭിച്ചു. അവൾ മാറി നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഒക്കെ കൂടെ സത്യസന്ധമായി ദമയന്തിയുടെ അടുത്ത് അവതരിപ്പിക്കുന്നു. ദമയന്തിയെ സംബോധന ചെയ്യുന്ന വാക്കുകൾ തന്നെ പൂമാതിനത്ത ചാരുതനോ, കേശിനി എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ മഹിമയിലേക്ക് നമുക്ക് ഉള്ള ഒരു എത്തിനോട്ടമാണിത്. അല്ലയോ സുന്ദരി വൈദർഭി, എത്ര സരസമായാണ് അവൾ ദുഃഖിതയായ ദമയന്തിയെ ആശ്വസിപ്പിക്കുന്നു നോക്കുക. അല്ലയോ ദമയന്തി സുന്ദരി, നീ ഇത് കേൾക്കുക. നീ സംശയിക്കുന്ന ബാഹുകൻ നളൻ തന്നെയാണ്. നിന്റെ സംശയം ശരി തന്നെയാണ്. ബാഹുകൻ എന്ന പേരിൽ കരയുന്ന തേരാളി ബാഹുകനല്ല, നളൻ തന്നെയാണ്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അവൾ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ചു. താൻ കണ്ട കാഴ്ചകൾ അണുവിട തെറ്റാതെ ദമയന്തിയോട് പറയുന്നു. അല്പം പോലും ദമയന്തിയെ നിരാശപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ, നളനെക്കുറിച്ചുള്ള കുറ്റവിചാരണ ചെയ്യാതെ, നളനോ എന്ന വ്യക്തിയോടുള്ള സ്നേഹം എങ്ങനെ ദമയന്തിയിലേക്ക് വരുത്താൻ പറ്റുമോ ആ രീതിയിൽ അവൾ തൻ്റെ ഭാഗം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു നല്ല തോഴിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഒക്കെ കേശിനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്ന് കേശിനിയുടെ സ്വഭാവത്തെക്കുറിച്ചൊരു ധാരണ നമുക്ക് ലഭിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് മനസ്സ് കൊണ്ടുവരാം. ഉണ്ണായി വാര്യരുടെ കാവ്യഭാഷയുടെ പ്രത്യേകതകൾ കേശിനി മൊഴി എന്ന പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? കുറച്ച് സൂചകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രാസം, മിശ്രഭാഷ, സംബോധനകളിലെ പ്രത്യേകത, സൂക്ഷ്മ വിവരണം. പ്രാസം എന്നാൽ നിങ്ങൾക്ക് അറിയാം, ആവർത്തിച്ചു വരുന്ന വാക്കുകൾ. അതിനാണ് കവിതയിൽ പ്രാസം എന്ന് പറയുന്നത്. ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യപ്രാസം. ആ കവിതയിലേക്ക് ആദ്യ വരികൾ തന്നെ നോക്കുക. വെളിച്ചമേ ചെന്നു, നേരിൽ ചെന്നു. പെട്ടെന്ന് തന്നെയാണ് ഉണ്ണായി വാര്യർ കഥയിലേക്ക് അനുവാചകന്റെ മനസ്സെത്തിക്കുന്നത്. ദമയന്തിയുടെ ആവശ്യപ്രകാരം അവൾ പെട്ടെന്ന് തന്നെ നളൻ്റെ അടുത്തെത്തി, ബാഹുവനായി നിൽക്കുന്ന നളൻ്റെ അടുത്തെത്തി. പിന്നെ നാം കാണുന്നുണ്ട് കുംഭേ നിറഞ്ഞു നീരം, കുടത്തിൽ പെട്ടെന്ന് ജലം വന്നു, സാകേതപതിയെ വണങ്ങി, അവമർദ്ദനം തുടങ്ങി. ഈ പ്രയോഗങ്ങളിലൂടെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം
അനുവാചകന്റെ മനസ്സിലേക്ക് തൻ്റെ കവിത എത്തിക്കുന്നത്. പ്രാസഭംഗിയുള്ള വരികൾ നമുക്ക് ആദ്യ 2 വരിയിൽ തന്നെ കാണാം. വെളിച്ചമേ, കളിച്ചവൻ, ഒളിച്ചു, വിളിച്ചു. ആ 2ാം അക്ഷരത്തിൻ്റെ ആവർത്തനത്തിലൂടെ വായനക്കാരൻ്റെ കേൾവിക്ക് സുഭഗമായ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സാധിക്കുന്നുണ്ട്. ഏത് വരികളെടുത്താലും അവിടെ നമുക്ക് മനോഹരമായ പ്രാസത്തിന് ഉദാഹരണം കാണാൻ സാധിക്കും. ഇവിടെ മിശ്ര ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളം സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും പദങ്ങൾ കടമെടുത്തുണ്ടായ ഭാഷയാണ്. ക്രമേണ തമിഴ് ഒഴിവായി സംസ്കൃതവും മലയാളവും ചേർച്ചയുള്ള മലയാള പദങ്ങളും സംസ്കൃത പദങ്ങളും ഇടകലർത്തി പ്രയോഗിക്കുന്ന രീതി നമ്മൾ പറയാറുണ്ട് മണിപ്രവാള രീതി. എഴുത്തച്ഛൻ ആരംഭിച്ച് പിന്നീട് വന്ന കവികൾ, ഉണ്ണായി വാര്യരെ പോലുള്ള കവികളൊക്കെ സ്വീകരിച്ച ആ രചനാ രീതി മുത്തും പവിഴവും മരതകവും ചുവന്ന രക്തവും അവ തമ്മിൽ ചേർത്താൽ ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ ചേർച്ചയുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നതിൽ നിപുണനായിരുന്നു ഉണ്ണായി വാര്യർ. അതിനുള്ള ഉദാഹരണങ്ങളാണ് നാം ഈ കവിതയിൽ കാണുന്നത്. പിന്നെ നോക്കുക, കുലനാരികൾ എങ്ങനെ സംബോധന ചെയ്യണം. ഒരു പുരുഷനെ സംബോധന ചെയ്യുന്ന കൃത്യമായ പദങ്ങൾ പുരുഷരത്നം, ധീമാൻ. സംബോധനകളുടെ പ്രത്യേകത ഉണ്ണായി വാര്യരുടെ നളചരിത മാട്ടക്കഥയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. പുരുഷന്മാരെ സംബോധന ചെയ്യുമ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കേണ്ട പാലിക്കേണ്ട ചില മര്യാദകൾ എത്ര ആഭാസനാണെങ്കിലും അങ്ങനെ പറയാതെ വളരെ ഔചിത്യപൂർവ്വം ഒരു വ്യക്തിയെ സംബോധന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നമ്മളോട് ഉള്ളിൽ ബഹുമാനം തോന്നും. പ്രിയ കുട്ടികളെ, ഇത് നിങ്ങൾക്കൊരു ഉപദേശമാണ് നൽകുന്നത്. ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിക്കോട്ടെ ഉചിതമായ രീതിയിലൊന്ന് സംബോധന ചെയ്യുക. ഇവിടെ നളനെ ധീമാൻ എന്നും പുരുഷരത്നം എന്നും വിശേഷിപ്പിച്ചാണ് കേശിനി ദമയന്തിയോടെ അവതരിപ്പിക്കുന്നത്. പിന്നെ നാം കാണുന്നുണ്ട് സൂക്ഷ്മമായ വിവരണം. നമ്മൾ വാഗ്മയ ചിത്രം എന്ന് മലയാളത്തിൽ പറയും. കാര്യങ്ങൾ നേരിട്ട് കാണുന്ന ഒരനുഭൂതി. തീർച്ചയായിട്ടും മലയാളം ക്ലാസ്സിൽ മാത്രം എടുത്തു പറയാവുന്ന ഒരു മേന്മയാണത്. മലയാള അധ്യാപകർക്ക് ഒരു കടലിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. അന്തരീക്ഷത്തെ, വിശാലമായ ആകാശത്തെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. ഒരു അധ്യാപികയ്ക്ക് മാത്രമാണ് അത് സാധിക്കുന്നത്. കുട്ടികളുടെ മനസ്സിൽ ആന്തോളനങ്ങൾ, ഒരു സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവം ഒരു കുഞ്ഞു ക്ലാസ് മുറിയിൽ ഒരു നല്ല അധ്യാപികയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ നാം കാണുന്നു സൂക്ഷ്മമായ കാര്യങ്ങൾ. നളൻ, ബാഹുകൻ എന്ന രീതിയിൽ നിൽക്കുന്ന നളൻ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നതും അതിൽ അയാൾ വിജയിക്കുന്നതും തേരിൽ ചെന്ന് മാറി നിൽക്കുന്നതും ഋതുപർണ രാജാവിനെ വണങ്ങുന്നതും എത്ര ഭംഗിയായിട്ടാണ് ഉണ്ണായി വാര്യർ വായനക്കാരന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വളരെ ഒതുക്കി എന്നാൽ ആസ്വാദ്യകരമായ ഒരു സദ്യ തന്നെ കഴിച്ച ഒരു തൃപ്തി നമുക്ക് കൈവരുന്നു. ഋതുപർണ രാജാവിന് വേണ്ടി പെട്ടെന്ന് സദ്യ ഒരുക്കുന്നു. ഭക്ഷണ സാമഗ്രികൾ ഓടിയെത്തുന്നു. അതുപോലെ തന്നെ വെള്ളവും തീയും അവിടെ അദ്ദേഹത്തെ സഹായിക്കാൻ എത്തുന്നു. അഗ്നിദേവൻ്റെയും ജലദേവൻ്റെയും സഹായം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുവെന്ന് നേരിട്ട് പറയാതെ ഈ കവിതയിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പദങ്ങളിലൂടെ വായനക്കാർക്ക് മനസ്സിലാവുന്നു നളന് ഉണ്ടായ ഒരു സിദ്ധിയിലൊന്നായിരുന്നു ജലരാജാവിൻ്റെയും അഗ്നിദേവൻ്റെയും സഹായം. അഗ്നിദേവൻ അദ്ദേഹത്തെ സഹായിക്കാൻ ചെന്നു എന്ന് വേണമെങ്കിൽ ഉണ്ണായി വാര്യർക്ക് പറയാമായിരുന്നു. അതിന് പകരം അഗ്നി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും കുംഭത്തിൽ നീരം നിറഞ്ഞു എന്നും പറയുന്നതിലൂടെ എത്ര മനോഹരമായ വർണ്ണനയാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രിയ കുട്ടികളെ, ഈ കവിത ഉണ്ണായി വാര്യർ എഴുതിയ കേശിനി മൊഴി എന്നാൽ വാക്കെന്നർത്ഥം. ഈ കവിത നാം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ വരും തലമുറയ്ക്കും പണ്ടുണ്ടായിരുന്ന കഥാകൃത്തുകൾ, കവികൾ ഒക്കെ നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ച ഈ മനോഹരമായ കാവ്യം നമ്മുടെ തലമുറയ്ക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രചോദനം നമ്മളിൽ ഉണ്ടാകട്ടെ. നന്ദി.